രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയതായി സൂചന. ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന നിയമോപദേശം ലഭിച്ചു. രാഹുലിന്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓണായി. നിഖിൽ പ്രമേഷ് ഉണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? നിഖിൽ. ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളൊരു സൂചന നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതിന് അടിസ്ഥാനമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ ജില്ല വിട്ടാൽ, അതായത് താനിപ്പോഴുള്ള ജില്ല വിട്ട് ഒളിവിൽ നിൽക്കുകയാണെങ്കിൽ അത് ഇപ്പോൾ പരിഗണിക്കാനിരിക്കുന്ന ജാമ്യാപേക്ഷയെ, മുൻകൂർ ജാമ്യാപേക്ഷയെ അടക്കം ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് നിയമോപദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്താൻ രാഹുൽ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ പാലക്കാട്ടേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഈ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം കൂടി രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള നീക്കങ്ങളായിരിക്കും രാഹുൽ ഇനി നടത്തുക. രാഹുലിന്റെ 2 വാഹനങ്ങൾ ഓഫീസിലും ഫ്ളാറ്റിലുമായി ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഒരു സുഹൃത്തിന്റെ വാഹനത്തിലായിരുന്നു രാഹുൽ ഇവിടെ നിന്ന് മാറി നിന്നത്. എന്തായാലും ഇപ്പോൾ 2 വാഹനങ്ങളും ഫ്ളാറ്റിലും ഓഫീസിലുമായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ MLA ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അല്പസമയം മുൻപ് രാഹുലിന്റെ ഫോണിലേക്ക്, ഒഫീഷ്യൽ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ഓണായ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിപ്പോൾ വീണ്ടും ഓണായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില നീക്കങ്ങൾ രാഹുൽ ക്യാമ്പ് നടത്തുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.